നമസ്കാരം. മഹാന്മാൻ ന്യൂസിലേക്ക് സ്വാഗതം. ഓണത്തട്ടിപ്പുമായി വിമാന കമ്പനികൾ നിരക്കുകൾ 5 ഇരട്ടിയോളം കൂട്ടി. മലയാളികളെ പിഴിയാൻ വിമാന കമ്പനികൾ. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും മലയാളികളാണ്. ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. പണ്ട് കാലം മുതൽ തന്നെ മലയാളികളുടെ സ്വർഗരാജ്യമാണ് ഗൾഫ്. ഗൾഫ് പ്രദേശങ്ങളിൽ കേരളത്തിൽ നിന്നും തൊഴിൽ തേടി ഗൾഫിലെത്തുന്ന ആൾക്കാർ തങ്ങളുടെ സമ്പാദ്യം കേരളത്തിലെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കുന്നത് ആണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ വലിയ ഒരു സമ്പാദ്യവും. എന്നാൽ പ്രവാസികളായ മലയാളികളെ സ്ഥിരം ചൂഷണം ചെയ്യുക എന്നത് നമ്മുടെ വിമാന കമ്പനികളുടെ സ്വഭാവമാണ്. ക്രിസ്മസ് ആയാലും ഓണമായാലും പുതുവത്സരമായാലും മലയാളികളെ കണ്ണുവെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് പ്രമുഖ വിമാന കമ്പനികൾ. എല്ലാ വിശേഷ അവസരങ്ങളിലും ഗൾഫ് നാടുകളിൽ നിന്നും കേരളത്തിലേക്ക് തിരിച്ച് കേരളത്തിൽ നിന്നും ഗൾഫ് നാടുകളിലേക്കുമുള്ള വിമാനയാത്രാ നിരക്ക് യാതൊരു ന്യായീകരണവും ഇല്ലാത്ത വിധത്തിൽ വർദ്ധിപ്പിക്കുന്നത് ഈ കമ്പനികളുടെ പതിവ് പരിപാടിയാണ്. ഈ ഓണക്കാലത്ത് വിമാന കമ്പനികൾ മലയാളികളുടെ കുത്തിന് പിടിക്കാൻ തയ്യാറായി കഴിഞ്ഞു എന്ന് വ്യക്തമാണ്. ഓണം പ്രമാണിച്ച് പല കമ്പനികളും വിമാനയാത്രാ നിരക്ക് ഇരട്ടിയിൽ തുടങ്ങി 5 ഇരട്ടിയോളം വരെ വർദ്ധിപ്പിച്ചതായിട്ടാണ് പുറത്തു വരുന്ന വാർത്തകൾ. കേരളീയർക്ക് നേരെ വിമാന കമ്പനികൾ നടത്തുന്ന ഇത്തരം അന്യായ നിരക്ക് വർധനവ് തടയണമെന്ന് പ്രവാസി മലയാളികൾ നിരന്തരം ആവശ്യപ്പെടുകയാണ്. പ്രവാസികളുടെ പരാതി പരിഗണിച്ച് സംസ്ഥാന സർക്കാർ അന്യായ നിരക്ക് വർധന നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതികൾ നൽകിയെങ്കിലും കേന്ദ്ര സർക്കാർ ഇതിൽ ഒരു നടപടിയും കൈക്കൊണ്ടിട്ടില്ല. വിമാനയാത്രാ നിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള പൂർണ്ണമായ അവകാശം വിമാന കമ്പനികൾക്കായതുകൊണ്ട് കേന്ദ്ര സർക്കാരിന് ഇടപെടാൻ കഴിയാതെ വരുന്നത് എന്ന് പറയുന്നുമുണ്ട്. എന്നാൽ വിമാന കമ്പനികൾക്ക് പ്രവർത്തനാനുമതി നൽകുന്നത് കേന്ദ്ര സർക്കാരാണ്. അതുകൊണ്ട് തന്നെ അന്യായമായ നിരക്ക് വർധന തടയുന്നതിനാവശ്യമായ നടപടികൾ കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുവാൻ കഴിയണം. എന്നാൽ ഏത് കാര്യത്തിലും എന്നതുപോലെ കേരളത്തിന്റെയും മലയാളികളുടെയും പരാതികളും പരിഭവങ്ങളും വലിയ വിലയൊന്നും കേന്ദ്ര സർക്കാർ നൽകാറില്ല. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള വിമാന നിരക്ക് വർധനയുടെ കാര്യത്തിലും ഇത് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 15 ശേഷമുള്ള തീയതികളിലെ വിമാന നിരക്കുകളാണ് ഭീകരമായ വിധത്തിൽ കമ്പനികൾ ഉയർത്തിയിരിക്കുന്നത്. എല്ലാ വിമാന കമ്പനികളും ഇരട്ടി തുക മുതൽ 5 ഇരട്ടി തുക വരെയാണ് നിരക്കിൽ വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാധാരണഗതിയിൽ 12,000 മുതൽ 15,000 രൂപ വരെ നിരക്കിൽ ടിക്കറ്റ് നൽകിയിരുന്ന സ്ഥാനത്താണ് 50,000-ന് മുകളിൽ വരെ ഇപ്പോൾ നിരക്ക് വർധന പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ മാസം അവസാനം വരെയുള്ള തീയതികൾക്കിടയിലുള്ള യാത്രയിലാണ് ഈ നിരക്ക് വർധന ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ദോഹ വിമാനത്താവളത്തിലേക്കുള്ള യാത്രാ നിരക്ക് 35,000-ൽ നിന്നും 50,000 ആക്കി ഉയർത്തിയിരിക്കുകയാണ്. വിമാന കമ്പനികളായ ഇൻഡിഗോ, എയർ ഇന്ത്യ തുടങ്ങിയവയെല്ലാം നിരക്ക് വർധന പ്രാബല്യത്തിൽ വരുത്തി കഴിഞ്ഞു. കേരളത്തിൽ നിന്നും ബഹ്റിനിലേക്ക് 15,000 മുതൽ 17,000 വരെ നിരക്കുണ്ടായിരുന്നത് ഇപ്പോൾ 55,000 രൂപയായിട്ടാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ജിദ്ദയിൽ നിന്നും കേരളത്തിലേക്കുള്ള യാത്രാ നിരക്ക് 25,000 രൂപയിൽ താഴെയായിരുന്നത് 38,000 രൂപയായിട്ടാണ് ഉയർത്തിയിരിക്കുന്നത്. ഉത്സവ സീസൺ തുടങ്ങിക്കഴിയുമ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ആൾക്കാരെയാണ് സാധാരണഗതിയിൽ വിമാന കമ്പനികൾ വലിയ തോതിൽ പിഴിയുന്നത്. 3 മാസം മുതൽ 6 മാസം വരെ മുൻകൂറായി ടിക്കറ്റ് എടുക്കുവാൻ കഴിയുന്ന ആൾക്കാർക്ക് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭിക്കുന്നുമുണ്ട്. എന്നാൽ കോവിഡ് വ്യാപിച്ചതിന് ശേഷമുണ്ടായ തൊഴിലില്ലായ്മയും സാമ്പത്തിക പ്രതിസന്ധികളും ഗൾഫിലെ പ്രവാസി മലയാളികളെ സാമ്പത്തികമായി വിഷമിപ്പിച്ചിട്ടുണ്ട്. 3-6 മാസം മുൻപ് പണം മുടക്കി ടിക്കറ്റ് എടുക്കുന്ന ഒരു സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ പ്രവാസി മലയാളികളിൽ പലർക്കുമില്ല. ഓണം, ക്രിസ്മസ് തുടങ്ങിയവ അടുത്തു വരുമ്പോൾ നാട്ടിലെത്തുക എന്ന മോഹത്താൽ എങ്ങനെയെങ്കിലും വിമാനക്കൂലി സംഘടിപ്പിച്ച് ടിക്കറ്റ് എടുക്കുന്നവരാണ് നല്ലൊരു ശതമാനം പ്രവാസി മലയാളികൾ. ഇത്തരത്തിൽ സാമ്പത്തിക വിഷമത അനുഭവിക്കുന്ന ആൾക്കാരെയാണ് യഥാർത്ഥത്തിൽ വിമാന കമ്പനികൾ അവസരം മുതലെടുത്ത് ക്രൂരമായി പിഴിയുന്നത്. ഗൾഫ് മേഖലയിൽപ്പെടുന്ന ബഹ്റിൻ, ജിദ്ദ, കുവൈറ്റ്, റിയാദ്, ദമാം, റാസൽ ഖൈമ തുടങ്ങിയ പ്രദേശങ്ങളിലുള്ള പ്രവാസികളാണ് കൂടുതലായും ഓണക്കാലത്ത് കേരളത്തിലേക്ക് യാത്രയ്ക്ക് തയ്യാറാവുന്നത്. കണ്ണൂർ, കോഴിക്കോട്, കൊച്ചി, തിരുവനന്തപുരം വിമാനത്താവളങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ഇവരുടെ യാത്ര നടക്കുന്നത്. പല ഗൾഫ് നാടുകളിൽ നിന്നും കേരളത്തിലേക്ക് വിമാന സർവീസുകൾ ആഴ്ചയിൽ 2-3 എന്ന രീതിയിൽ ആക്കിയിട്ടുള്ളതും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുമുണ്ട്. ഏതായാലും ഈ ഓണക്കാലവും കൃത്യമായി മുതലെടുക്കുന്നത് വിമാന കമ്പനികൾ തന്നെയാണ്. കേരളത്തിൽ നിന്നും ഗൾഫ് നാടുകളിൽ ജോലി ചെയ്തു വരുന്ന മലയാളികളെയാണ് വിമാന കമ്പനികൾ ഇരയായി പലപ്പോഴും കിട്ടാറുള്ളത്. അനീതിയും അന്യായവുമായ നിരക്ക് വർധന വിമാന കമ്പനികൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഒച്ച വയ്ക്കുവാനും പ്രതിഷേധിക്കുവാനും അല്ലാതെ പ്രവാസി മലയാളികൾക്ക് മറ്റൊന്നും ചെയ്യാൻ കഴിയാറില്ല. അവരുടെ ശബ്ദം കേൾക്കുവാൻ എന്തുകൊണ്ടോ കേന്ദ്ര സർക്കാരും തയ്യാറാകുന്നില്ല. രാജ്യത്തിന്റെ വിദേശ സമ്പാദ്യത്തിൽ മുഖ്യ പങ്കുവഹിക്കുന്ന പ്രവാസി മലയാളികളുടെ പരാതികളെ കേൾക്കാതിരിക്കുന്ന സർക്കാർ നിലപാട് പ്രതിഷേധാർഹം തന്നെയാണ്.